ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ പഠിച്ചത് ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടുന്ന ഘടകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ് പോലെ നമ്മൾ പഠിക്കുന്നത് അതനുസരിച്ച് ഒരു സെൻറ്റൻസ് എങ്ങനെ എഴുതാം, ഇനി സെൻറ്റൻസ് എഴുതാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നാണുള്ളത് പഠിക്കുന്നത്. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് അനുസരിച്ച് ടെൻസ്, കാൽ മീൻസ് ടെൻസ്. ഇതുവരെ പഠിച്ച രൂപങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്രിയ നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്ന ടെൻസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കാലാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കാലെന്ന് പറഞ്ഞാൽ ഒരു വേർഡല്ല, കാലെന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ്. സമയത്തെ സൂചിപ്പിക്കുന്ന പദമാണ് കാലെന്ന് പറയുന്നത്. ഏത് ഭാഷ കൈകാര്യം ചെയ്ത ഒരു വെർബ്, ഒരു ക്രിയ നടക്കുന്നതായിട്ട് നമുക്ക് പറയണമെങ്കിൽ ടെൻസ് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ കഴിയൂ. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നാം പഠിച്ചു സംഖ്യ, സർവനാം, വിശേഷൺ, ക്രിയ. ഇത് ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇത് മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്കൊരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. സംഖ്യ എഴുതാം. പേരായ ശബ്ദത്തിന് നമ്മൾ സംഖ്യ എന്ന് പറയുന്നു. സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിന് പകരം നിൽക്കുന്ന പദത്തിന്. വിശേഷണം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. സംഖ്യ സർവനാമത്തെ വിശേഷിപ്പിക്കുന്ന പദത്തിനാണ് നമ്മൾ വിശേഷണം എന്ന് പറയുന്നത്. ക്രിയ എന്ന് പറഞ്ഞാൽ വെർബ്. അവിടെ വെർബ് എന്ന് പറഞ്ഞാൽ പഠന, ലിഖ്ന, ഇതുപോലെയൊക്കെയുള്ള വെർബ് ക്രിയ നമ്മൾ പഠിച്ചു. പക്ഷേ ഇപ്പൊ ഒരു സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് രാം, പാഠ്, പഠന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്ന് പഠിച്ചു. സാമാന്യ ക്രിയ പഠന. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സെന്റൻസ് ആകില്ലല്ലോ. ഈ പഠനയെ നമ്മൾ അതിനൊരു സമയം, പഠിക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യ ക്രിയ, അതൊരു സമയം അനുസരിച്ചല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെ സമയം അനുസരിച്ച് നമുക്ക് എഴുതണം. രാമൻ പാഠം പഠിക്കുന്നു, രാമൻ പാഠം പഠിച്ചു, രാമൻ പാഠം പഠിക്കും. ഇങ്ങനെ സമയം അനുസരിച്ച് നമുക്ക് പറയണം. എങ്കിലും അതൊരു സെന്റൻസ് ആയിട്ട് നമുക്ക് എഴുതാനോ പറയാനോ സാധിക്കും. അതാണ് ടെൻസ് കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഹിന്ദിയിൽ ടെൻസ്, ഹിന്ദിമേയും കാല് തീൻ പ്രകാർക്കേ ഹോത്തേകയും. എന്താണ്? ഭൂതകാല്, വർത്തമാനകാല്, ഭാവികാല്. അതാണ് നമ്മളിനി ഓരോന്ന് വിശദമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ ടെൻസ് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ടെൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സെന്റൻസുകൾ വൃത്തിയായിട്ട് എഴുതാനും വായിക്കാനും കഴിയും. സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും കഴിയും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അവർ സംഖ്യ, സർവനാം, വിശേഷൻ, ക്രിയ, ഇതിൻ്റെയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞാണ് പോകുന്നത്. എന്നാലും ആ ക്ലാസ്സുകൾ കാണുവാണെങ്കിൽ നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. കാലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കാലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരവസ്ഥയാണ്. ഹിന്ദി മീൻ കാല് തീൻ പ്രകാരത്തെ ഹോത്തേ ഹൈ. काल 3 प्रकार के होते हैं. भूतकाल, वर्तमानकाल, भाविकाल. ഭാവികാല്, ഭൂതകാല്, വർത്തമാനകാല്, ഭാവികാല്. ഇത് നിങ്ങൾക്ക് ഇത് ഓർഡറിന് ഈ ഓർഡർ തന്നെ വേണമെന്നില്ല. നമുക്ക് ഏതും തിരിച്ചു മറിച്ച് എഴുതാം. ഇത് മൂന്ന് രീതിയിലുള്ളതാണ്. ഇത് തങ്ങളിൽ ബന്ധമുണ്ട്. എന്നാൽ ഇത് മൂന്നും ഓർഡറിന് എഴുതണമെന്ന് ഇല്ല. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഭൂതകാലം എന്ന് പറഞ്ഞാൽ ബീത്ത ഹുവ സമയം, കഴിഞ്ഞു പോയ സമയത്തെയാണ് നമ്മൾ ഭൂതകാലം എന്ന് പറയുന്നത്. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ചൽരഹ സമയം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെയാണ് വർത്തമാനകാലം എന്ന് പറയുന്നത്. ഭാവികാലം എന്ന് പറഞ്ഞാൽ ആനേവാല സമയം. ഇതെന്താണ്? ഭൂതകാല്, ബീത്ത ഹുവ സമയം, കഴിഞ്ഞു പോയ സമയത്തിനെയാണ് നമ്മൾ ഭൂതകാലം, പാസ്റ്റ് ടെൻസ്. നമ്മൾ ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ്. ബീത്ത ഹുവ സമയം, കഴിഞ്ഞു പോയ സമയം. വർത്തമാനകാലം എന്താണ്? ചൽ രഹ സമയം, നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പ്രസന്റ് ടെൻസ്. ചൽ രഹ സമയം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിനെയാണ് നമ്മൾ വർത്തമാനകാലം എന്ന് പറയുന്നത്. ഭാവികാലം എന്ന് പറഞ്ഞാൽ ആനേവാല സമയം, വരാനിരിക്കുന്ന ഫ്യൂച്ചർ ടെൻസ്. ആനേവാല സമയം. എന്താണ്?
നമ്മൾ ടെൻസ് 3 രീതിയിലുണ്ട്. ഭൂതകാല്, വർത്തമാനകാല്, ഭാവികാല്. ഈ 3 ടെൻസുകൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ സെൻറ്റൻസ് സ്വന്തമായിട്ട് നമുക്ക് എഴുതാനും വായിക്കാനും അറിയാൻ പറ്റും. അപ്പോൾ എന്താണ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഭൂതകാലമാണ്. നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇത് ഭൂതകാലം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ എടുത്ത് കാണണം. അപ്പോൾ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്, എന്നാലും ആദ്യത്തെ ക്ലാസ്സുകളിൽ വിശദമായിട്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എടുത്ത് കാണുക. പിന്നെ നമുക്ക് ഭൂതകാലം എന്താണെന്ന് നോക്കാം. ഭൂതകാലം പഠിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് തന്നെ ഒന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എഴുതാൻ എന്താണ് ഉണ്ടെന്ന് പറയുന്നത്, സെൻറ്റൻസിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കാം. രാം പാഠ് പഠ്താ ഹേ. ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്, കർത്താവ് കർമ്മമുണ്ട്, കർത്താവ് എന്താണ് സബ്ജക്റ്റ്, കർത്താവ് കർമ്മ ഒബ്ജക്റ്റ്, ഇതെന്താണ് വെർബ് ക്രിയ. ഇങ്ങനെയാണ് ഹിന്ദിയിൽ നമ്മൾ ഒരു സെൻറ്റൻസ് ഇടുന്നത്. കർത്താവ് കർമ്മം ക്രിയ. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാം കർണേ വാല, പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത്. ക്രിയ എന്താണ്, കർമ്മം. जिस पर क्रिया का फल या असर पड़ता है, जिस पर क्रिया का फल या असर पड़ता है, അതാണ് കർമ്മം എന്ന് പറയുന്നത്. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ജോ കാം കിയാ ജാത്താ ഹേ. ക്രിയ എന്ന് പറഞ്ഞാൽ ഏത് ജോലിയാണോ അവിടെ നടക്കുന്നത് അതിനെയാണ് ക്രിയ എന്ന് പറയുന്നത്. ജോ കാം കിയാ ജാത്താ ഹേ. കർത്താവ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആള്. കർമ്മം എന്ന് പറഞ്ഞാൽ ക്രിയയുടെ ഫലം, റിസൾട്ട് അനുഭവിക്കുന്ന ആള്, അല്ലെങ്കിൽ അതിന്റെ പ്രഭാവം അനുഭവപ്പെടുന്ന ആളിനെയോ വസ്തുവായിരിക്കും അവിടെ ഉള്ളത്. അതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത്. ഒരു സെന്റൻസിൽ ക്രിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് കാണും, കർത്താവും കാണും. അപ്പോൾ ഇത് നമ്മൾ 3 പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സെന്റൻസ് നമ്മൾ രാം അറിയാം എന്താണെന്ന്, കർത്താവാണെന്ന് അറിയാം. പാട് കർമ്മം, പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആള്, കർമ്മം എന്ന് അറിയാം. ഇത് പഠനം വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പഠന ക്രിയ, പഠന എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ്. ക്രിയ എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചില്ലയോ. അപ്പോൾ പഠന എന്നുള്ള ക്രിയയാണ്. ഇത് എന്താണ്, നമ്മൾ ക്രിയ പഠിച്ചപ്പോൾ സഹായക്രിയ എന്ന് പഠിച്ചില്ലേ. നമ്മൾ സഹായക്രിയകൾ ഭൂതകാലത്തിലെ ഒരു ക്രിയയുടെ ടെൻസിനെ, സമയത്തെ സൂചിപ്പിക്കാൻ 3 തരത്തിൽ ക്രിയ കാലത്തിനനുസരിച്ച് 3 രീതിയിലുണ്ടെന്നത് അന്ന് ആ ക്രിയ പഠിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നേ. അപ്പോൾ അങ്ങനെയാണ് ഈ 3 കാലത്തിലും ക്രിയയ്ക്ക് വ്യത്യാസം വരും. ക്രിയ പിന്നെ എന്താണ്, ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ക്രിയാധാതുവിനോടൊപ്പം സഹായക ക്രിയകൾ ചേർത്താണ് നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ടെൻസ് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ഈ താഴെ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് നമ്മൾ ഓരോ ടെൻസും ഭൂതകാലവും ഭാവി കാലവും വർത്തമാനകാലവും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ നിയമങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനും കഴിയും. അതാണ് നമ്മൾ ഇനി ഓരോ ക്ലാസ്സിൽ പഠിച്ചു പോകുന്നത്. ഈ ഭൂതകാലത്തിൻ്റെ ആദ്യത്തെ ഒരു പിരിവ് മാത്രമേ ഒരു ശകലം പ്രയാസമായിട്ട് തോന്നുള്ളൂ. ബാക്കി എല്ലാ ടെൻസിൻ്റെ എല്ലാ പിരിവുകളും ഈസിയാണ്. നമുക്കത് വിശദമായിട്ട് പഠിച്ചു പോകാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നല്ല ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതുപോലെ നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യത്തെ ക്ലാസ്സുകൾ എടുത്ത് കാണുക. അപ്പോൾ നമുക്കിനി എന്താണെന്ന് നോക്കാം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് പറയുന്നതാണ് നമ്മൾ ഭൂതകാലം എന്ന് പറയുന്നത്. പഠിച്ചു, ഉറങ്ങി, കഴിച്ചു, ഓടി, ചാടി, ഇങ്ങനെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് പറയുന്നതാണ് നമ്മൾ ഭൂതകാലം എന്ന് പറയുന്നത്. വർത്തമാനകാലം അങ്ങനെയാണ്, പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം, പഠിക്കും ഫ്യൂച്ചർ ഭാവി കാലമാണ്. അപ്പോൾ നമുക്ക് ഓരോ ടെൻസ് അതിന് ഓരോരോ നിയമങ്ങളുണ്ട്, അതിന് പിരിവുകളും ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ ക്രിയ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, ക്രിയ അതിൻ്റെ ആ പൊതുവായിട്ടുള്ള നിയമം പറഞ്ഞതിന് ശേഷം ഇത് പറയാം. ക്രിയ എങ്ങനെ ഉണ്ടാക്കുന്നത്, ക്രിയാധാതു രൂപത്തിനോടൊപ്പം ധാതു പ്ലസ് ന്യായാണ് നമ്മളെങ്ങനെ സാമാന്യ ക്രിയ ഉണ്ടാക്കിയത്. ക്രിയാധാതു അല്ലെങ്കിൽ അതിൻ്റെ പഠന എന്നുള്ളതിൻ്റെ മൂലധാതു ഏതാണ്, മൂലരൂപം ഏതാണ്, പഠനയുടെ മൂലരൂപം. ഈ ന്യാപ്രത്യം മാറ്റുമ്പോൾ കിട്ടുന്ന പഠാണ് അതിൻ്റെ മൂലരൂപം. അതുപോലെ ലിഖ്ന, അതിൻ്റെ ധാതുരൂപം അല്ലെങ്കിൽ മൂലരൂപം നമ്മൾ പറഞ്ഞു. ലിഖ്ന അതിൻ്റെ ന്യാപ്രത്യം മാറ്റുമ്പോൾ കിട്ടുന്ന രൂപമാണ് ഏതാണ്, ലിഖ്, ഇതാണ് അതിൻ്റെ ധാതുരൂപം. പീന, സോന, ചൂന. ഈ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഈസിയായിട്ട് പഠിച്ചു പോകാം.
ഇതൊക്കെ ഈസി അല്ലേ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ വെറും നിസ്സാരമായ കാര്യങ്ങളാണ്. ക്രിയാധാതു മൂലരൂപം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ ഭയങ്കരമായ കാര്യമാണെന്ന്. പക്ഷേ ഇത് ഈസി അല്ലേ? നമുക്ക് സാമാന്യ ക്രിയകളെല്ലാം എന്താണ് ഞാപ്രത്യയത്തിൽ അവസാനിക്കും. സാമാന്യ ക്രിയകളെല്ലാം ഞാപ്രത്യയത്തിൽ അവസാനിക്കും. ആ ഞാപ്രത്യയം മാറ്റുമ്പോൾ കിട്ടുന്ന രൂപമാണ് ക്രിയാധാതു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ മൂലരൂപം എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ഈ ഞാപ്രത്യയം മാറ്റി കഴിയുമ്പോൾ കണ്ടോ, പഠ് ലിഖ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠ് എന്ന് പറയുമ്പോൾ ഇതിന് ലാസ്റ്റ് ഏത് സ്വരം ഉള്ളത്? ആ, വേറെ മാത്രമൊന്നുമില്ലല്ലോ. ലാസ്റ്റ് ആ, പഠ് ലിഖ് ആ എന്നാണ് വരുന്നത്. എല്ലാ വ്യഞ്ജനാക്ഷരത്തിനോടൊപ്പവും ആ നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ആ എന്നുള്ള സ്വരം ഉണ്ട്, അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ആ എന്നുള്ള സ്വരം. ലിഖ് ഇഖ പ്ലസ് ആയാണ് ഇഖ നമ്മൾ പിന്നെ എഴുതുന്നത്, അക്ഷരം എഴുതുന്നത്. അവിടെ ഇതിനോടൊപ്പം ആ എന്നുള്ള സ്വരം ഉണ്ട്. അല്ല, പീന ഇതിന്റെ ലാസ്റ്റ് ഏതാണ് സ്വരം വന്നിരിക്കുന്നത്? ഈ എന്നുള്ള സ്വരം, ഈ എന്നുള്ള സ്വരം. സോന, ഇതിന് ഏത് ലാസ്റ്റ് വന്നിരിക്കുന്ന സ്വരം? ഓ. ഖേൽന, ഏതാണ് സ്വരം ലാസ്റ്റ് വന്നിരിക്കുന്നത്? എ എന്നുള്ള സ്വരം വന്നിരിക്കുന്നു. ചൂന, ഇതിന്റെ ലാസ്റ്റ് സ്വരം ഏതാണ്? ഊ. അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ പറയാറുണ്ട്, അകാരത്തിൽ അവസാനിക്കുന്ന ക്രിയകള്, അകാരാന്തത്തിൽ അവസാനിക്കുന്ന ക്രിയകള്, ഈകാരാന്തത്തിൽ അവസാനിക്കുന്ന ക്രിയ, ഇത് ഓകാരാന്തത്തിൽ അവസാനിക്കുന്ന ക്രിയ, ഊകാരാന്തത്തിൽ അവസാനിക്കുന്ന ക്രിയ. ഇങ്ങനെയാണ് ഈ അന്ത് ചേർത്ത് പറയുമ്പോൾ ആ രൂപം നിങ്ങളുടെ മനസ്സിൽ ഇതാണ് വരേണ്ടുന്നത്. അകാരാന്തത്തിൽ അവസാനിക്കുന്ന ഇത് കണ്ടോ, ഇത് ഈകാരാന്തം. ആ ലാസ്റ്റ് വരുന്ന സ്വരം ഏതാണോ അതിനാണ് നമ്മൾ ഈകാരാന്ത്, ഓകാരാന്ത്, ഏകാരാന്ത്, ഊകാരാന്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോഴും നമുക്ക് സാമാന്യ ക്രിയ പഠിക്കുമ്പോൾ ഈ ഭൂതകാലത്തിന് 8 പിരിവുകളുണ്ട്. അതിൽ ആദ്യത്തെ പിരിവായ സാമാന്യ ഭൂതകാലം പഠിക്കുമ്പോൾ നമുക്ക് ഈ ക്രിയാധാതുക്കളോടൊപ്പമാണ് സഹായക ക്രിയകൾ, സാമാന്യ ഭൂതകാലത്തിന്റെ സഹായ ക്രിയകൾ ഈ ക്രിയാധാതുക്കളോടൊപ്പമാണ് ചേർക്കുന്നത്. ഈ ചേർക്കുമ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ വ്യത്യാസം വരും. ഈ ക്രിയാധാതുക്കൾക്ക് വ്യത്യാസം വരും. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വേറെ യാതൊന്നും മനസ്സിലാക്കേണ്ട. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതാണ് അകാരാന്ത ക്രിയയുടെ അതിന്റെ സഹായക്രിയ ചേർക്കുമ്പോൾ എന്ത് കിട്ടും? ഈകാരാന്ത ക്രിയയോട്, ഓകാരാന്ത ക്രിയയോട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഈ ക്രിയാധാതുക്കളോടൊപ്പമാണ് നമ്മൾ സഹായ ക്രിയകൾ ചേർത്ത് എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ വേറൊരു കാര്യം കൂടി ഇതിൽ നമുക്ക് നോക്കിയിട്ട് പോകാം. ഇതിൽ പഠന, ലിഖന, നമ്മൾ സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ പഠിച്ചില്ലേ? സകർമ്മക कर्म के आधार पर क्रिया के 2 प्रकार है, सकर्मक और अकर्मक. കർമ്മത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ക്രിയയ്ക്ക് 2 പിരിവുകളുണ്ട്, സകർമ്മകവും അകർമ്മകവും. പിന്നെ അല്ലാതെ എന്താണ്, സംരചനാക്കെ ആധാർ പർ ക്രിയാക്കെ 8 പിരിവുകളുണ്ട്. അത് നമ്മൾ പഠിച്ച് അതും ഇതിലെല്ലാം വരുന്നതാണ്. ഇതെന്തായാലും പ്രധാനമായിട്ടും ഈ സാമാന്യ ഭൂതകാലത്തിൽ നമ്മൾ ഇത് സകർമ്മകവും അകർമ്മകവുമാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത്. സകർമ്മകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർബിന് മുമ്പിൽ, ക്രിയയ്ക്ക് മുൻപിൽ ക്യാ എന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ടെങ്കിൽ അത് സകർമ്മകമാണ്. ഇത് ആൻസർ ഇല്ല എങ്കിൽ അതെന്താണ്? അകർമ്മകമാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പഠന, ക്യാ പഠെന്ന് ചോദിക്കുമ്പോൾ ആൻസർ കാണും. എന്തെങ്കിലും ഇല്ലാതെ ഒരു ടെസ്റ്റോ ബുക്കോ ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുമോ? അപ്പോൾ ആൻസർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെന്താണ്? പഠന എന്നുള്ളത് സകർമ്മകമാണ്. ലിഖ്ന, ക്യാ ലിഖ്, അവിടെ ആൻസർ ഉണ്ട്, എന്തെങ്കിലും എഴുതാനുണ്ട് അവിടെ. പീന, ക്യാ പി, എന്ത് കുടിച്ചു. പീന, എന്തെങ്കിലും ഇല്ലാതെ നമ്മൾ വെറുതെ കുടിക്കാൻ പറ്റും, അവിടെ ആൻസർ ഉണ്ട്. സോന, ഇതെന്താണ്? പീന എന്നുള്ളത് സകർമ്മകമാണ്. സോന എന്നുള്ളത് ക്യാ സോന എന്ന് ചോദിച്ചാൽ എന്തുറങ്ങി എന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ ഉണ്ടോ? ഇല്ല. കോൻ എന്ന് ചോദിച്ചാൽ ആരുറങ്ങി എന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സകർമ്മകമാണോ എന്ന് അറിയാൻ ക്യാ എന്ന് മാത്രമേ ചോദിക്കാവൂ. അപ്പോൾ ക്രിയയുടെ മുൻപിൽ ക്യാ എന്ന് ചോദിക്കണം. അപ്പോൾ ക്യാ സോന എന്ന് വെച്ചാൽ അവിടെ ആൻസർ ഇല്ല. അപ്പോഴെന്താണ്? സോന എന്നുള്ളത് അകർമ്മക ക്രിയയാണ്. ഖേൽന, ക്യാ ഖേൽ, അവിടെ ഉണ്ട്, എന്തെങ്കിലും ഒരു കളിയുടെ പേരുണ്ട്, അപ്പോഴത് സകർമ്മകമാണ്. ഇങ്ങനെ ചൂന മീൻസ് സ്പർശിക്കുക. ക്യാ ചൂന, എന്ത് സ്പർശിച്ചു, നമ്മൾ എന്തിനെങ്കിലും സ്പർശിക്കാൻ അവിടെ കാണുമല്ലോ, അപ്പോഴതും എന്താണ്? സകർമ്മകമാണ്. അപ്പോൾ ഇങ്ങനെ സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും നമ്മൾ ഈ ഭൂതകാലത്തിൽ ശ്രദ്ധിക്കണം. ആദ്യത്തെ പിരിവിൽ സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും ശ്രദ്ധിച്ച് അതും ഈ ഈകാരാന്ത, ഊകാരാന്ത് ഇങ്ങനെ വരുന്ന ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാമാന്യക്രിയ, ഭൗതകാലത്തിലെ ഫസ്റ്റ് സാമാന്യക്രിയ നമ്മൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. അത് കഴിഞ്ഞാൽ ആ പിരിവ് സാമാന്യക്രിയ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 5 പിരിവും എത്രയാണ്? 7 പിരിവുണ്ട് മൊത്തത്തിൽ. ബാക്കി 6 പിരിവ് പഠിക്കുന്നതും നമ്മൾക്ക് ഈസിയാണ്. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഭൂതകാലത്തിലെ സാമാന്യക്രിയ പഠിക്കാൻ.
ഈ അകാരാന്ത് ഇകാരാന്ത് ഈ കാര്യങ്ങൾ ഓർക്കുക. സകർമ്മ ക്രിയയുടെ അകർമ്മ ക്രിയയുടെയും പ്രത്യേകത ഓർക്കുക. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾക്കിനി എന്താണെന്ന് നോക്കാം. ബാക്കി അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിരിക്കുക. നമ്മൾക്കിനി അതെന്താണെന്ന് നോക്കാം. ഭൂതകാല ക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. ഭൂതകാല ക്രിയയുടെ ഡെഫിനിഷൻ ഒന്ന് എഴുതിയിട്ട് നമ്മൾക്ക് പഠിച്ചു തുടങ്ങാം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ക്രിയ के जिस रूप से कार्य का बीते समय में होने का बोध हो, कार्य का उसे भूतकाल कहते हैं. उसे ഭൂതകാൽ कहते हैं. എന്താണ് ക്രിയ के जिस रूप से, ക്രിയയുടെ ഏത് രൂപത്തിനോടൊപ്പമാണോ കാര്യ ബീത്തെ സമയമേ ഹോനേക്കാ ബോധഹോ. കാര്യ മീൻസ് അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞു എന്ന്. ബീത്തെ സമയമേ ഹോന കഴിഞ്ഞു പോയ സമയത്ത് നടന്നു കഴിഞ്ഞു എന്ന്. ഒരു പ്രവൃത്തി കഴിഞ്ഞു പോയി അല്ലെങ്കിൽ നടന്ന് സംഭവിച്ചു കഴിഞ്ഞു എന്ന് ബോധം തരുന്ന ഭൂതകാലത്തെയാണ് നമ്മൾ അതിലെ ആ ഒരു ക്രിയാരൂപങ്ങളെയാണ് നമ്മൾ ഭൂതകാലം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയ സംഭവിച്ചു കഴിഞ്ഞു എന്ന് ബോധം തരുന്ന ക്രിയകളെയാണ് നമ്മൾ ഭൂതകാല ക്രിയകളെന്ന് പറയുന്നത്. ഈ ഭൂതകാല ക്രിയ അത് എന്താണ്? ക്രിയാക്കെ ജിസ് രൂപസേ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ആകാരാന്ത് ഈകാരാന്ത് ഊകാരാന്ത് ഇങ്ങനെയുള്ള ആ ക്രിയകളോടൊപ്പം അതിനെ ഒപ്പം ചേർത്ത് വരുമ്പോൾ ഭൂതകാലത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് ബോധം കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഭൂതകാല ക്രിയ എന്ന് പറയുന്നത്. നമുക്ക് ഏതാണെന്ന് നോക്കാം. ഭൂതകാലത്തെ പ്രകാരത്തെ ഹോത്തേക്ക്. ഭൂതകാലത്തിന് 6 പിരിവുകൾ ഉണ്ട്. ഭൂതകാൽ छह प्रकार के होते हैं. ഭൂതകാലം 6 രീതിയിൽ ഉണ്ട്. ഒന്ന് സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, संदिग्ध भूतकाल, पूर्ण भूतकाल, हेतुमत भूतकाल. ഇങ്ങനെയാണ് ഭൂതകാലത്തിന്റെ 6 പിരിവുകൾ. സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, ഹേതുമത് ഭൂതകാൽ. ഈ 6 പിരിവുകളും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് അറിയാൻ പറ്റും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സാമാന്യ ഇപ്പം പഠിച്ചു എന്ന് പറയുന്നതാണ് ഭൂതകാലം എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു എന്ന് മാത്രം പറയുന്നതല്ല, അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം. പഠിച്ചു എന്ന് മാത്രം ഭൂതകാലത്തിൽ പഠിച്ചു എന്ന് മാത്രം പറയുകയല്ല, നമുക്ക് വേറെ പഠിച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് സന്ദിഗ്ധമായിട്ട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അവിടെ പോയിട്ടുണ്ടാകും, ഒരു സംശയമാണ്, സംശയത്തോടൊരു പറയുകയാണ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, നിങ്ങൾ കഴിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെ പോയ സമയം അത് നമ്മൾ ഓരോ പിരിവുകൾ പഠിക്കുമ്പോൾ നമുക്കത് വിശദമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ സാമാന്യ ഭൂതകാലം എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നീട് ഓരോന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. അപ്പോഴേ ഓർമ്മ വരും. ഇപ്പോഴും നമ്മൾ പറഞ്ഞു പോയാലും വീണ്ടും മറന്നു പോകും. അപ്പോൾ നമുക്കിനി ഓരോ രൂപങ്ങൾ എന്താണെന്ന് നോക്കാം. സാമാന്യ ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആ സാമാന്യ ഭൂതകാലം മാത്രം നിങ്ങൾ ശകലം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി സാമാന്യ ഭൂതകാലം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതെല്ലാം നമുക്ക് സാമാന്യ ഭൂതകാലത്തിനോടൊപ്പം ചേർത്ത് എഴുതാനുള്ളതാണ്. അപ്പോൾ സാമാന്യ ഭൂതകാലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പിരിവ് ഭൂതകാലം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ക്രിയ കഴിഞ്ഞ സമയത്ത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് ബോധം തരുന്ന ക്രിയകളെയാണ് നമ്മൾ ഭൂതകാല ക്രിയകളെന്ന് പറയുന്നത്, ഭൂതകാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പിരിവായ സാമാന്യ ഭൂതകാലം. സാമാന്യ ഭൂതകാലം
നമ്മൾ സാമാന്യ ക്രിയ എന്ന് പറയുന്നത്, ക്രിയ പഠിച്ചപ്പോൾ നമ്മൾ സാമാന്യ ക്രിയ എന്ന് പറഞ്ഞില്ലേ, അതിൽ സിമ്പിളായിട്ടുള്ളതാണ്. അതിൽ വേറെ സകർമ്മ ക്രിയ അകർമ്മ ക്രിയ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ സകർമ്മ ക്രിയയിൽ പഠിച്ചപ്പോൾ. സാമാന്യ ഭൂതകാലം അതുപോലെയാണ്. क्रिया के जिस रूप से कार्य का बीता हुआ निश्चित समय का पता नहीं उसे सामान्य क्रिया भूतकाल कहते हैं. फिर क्रिया के जिस रूप से कार्य का बीता हुआ നിശ്ചിത സമയക്ക പതാനക്കി, കറക്റ്റായിട്ട് ഒരു ക്രിയ ഭൂതകാലത്തിൽ സംഭവിച്ചു കഴിഞ്ഞു, പക്ഷെ അവിടെ കറക്റ്റായിട്ടൊരു സമയം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ക്രിയകളെയാണ് നമ്മൾ സാമാന്യ ക്രിയ എന്ന് പറയുന്നത്, സാമാന്യ ഭൂതകാലം എന്ന് പറയുന്നത്. അപ്പോഴേ രാമനെ അഖബാർ പഠ, രാമൻ എന്താണ് പത്രം വായിച്ചു എന്ന് രാമൻ പത്രം വായിച്ചു, ഭൂതകാലത്തിൽ നടന്നതാണ്. പക്ഷെ എപ്പോഴാണ് ആ പത്രം വായിച്ചതെന്ന് കറക്റ്റായിട്ട് പറയുന്നില്ല. അങ്ങനെയുള്ള ക്രിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമാന്യ ഭൂതകാലം എന്ന് പറയുന്നത്. രാമനെ അഖബാർ പഠ, നമുക്ക് അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സമയം പറയാതെ നമ്മൾക്കൊരു സെന്റൻസ് എഴുതുകയോ പറയുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എന്താണ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോഴേ ക്രിയാക്കെ ജിസ് രൂപസെ, സാമാന്യ ഭൂതകാലം എന്ന് പറഞ്ഞാൽ ക്രിയാക്കെ ജിസ് രൂപസെ कार्य का बीता हुआ निश्चित समय का पता नहीं. क्रिया के जिस रूप से कार्य का कार्य का बीता हुआ निश्चित समय का पता नहीं. कार्य का बीता हुआ, കാര്യം കഴിഞ്ഞു എന്നുള്ള നിശ്ചിത സമയക്ക പദ നഹി. निश्चित समय का पता नहीं. क्रिया के जिस उसे कार्य का बीता हुआ നിശ്ചിത സമയക്ക പദ നഹി. ക്രിയയുടെ ഏത് രൂപമാണോ കാര്യം കഴിഞ്ഞു എന്നുള്ള നിശ്ചിതമായിട്ടുള്ള സമയത്തിന്റെ അറിവ് തരാത്തത്, ഏത് രൂപമാണോ കാര്യം സംഭവം കഴിഞ്ഞു എന്നുള്ളതിന്റെ നിശ്ചിതമായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള സമയം തരാത്തത്, അങ്ങനെയുള്ള ക്രിയകളാണ്, അങ്ങനെയുള്ള സെന്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമാന്യ ഭൂതകാലം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എഴുതുന്നത് നോക്കാം. രാമനെ, എക്സാമ്പിൾ നോക്കി, നിങ്ങൾ പഠിച്ചില്ല, ഇതിന്റെ നിയമം പഠിച്ചില്ല, എന്നാലും ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. രാമനെ അക്ബാർ പഠ, രാമൻ പത്രം വായിച്ചു. അപ്പോൾ അത് ഏതാണെന്ന് കറക്റ്റായിട്ടൊരു സമയമില്ല, എപ്പോഴാണ് വായിച്ചതെന്നോ എന്നുള്ള കറക്റ്റായിട്ടുള്ള സമയം തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത് സാമാന്യ ഭൂതകാല ക്രിയ എന്ന് പറയുന്നത്. പിന്നെ മോഹൻ, രണ്ടും വ്യത്യാസമുണ്ട് നമുക്ക്. മോഹൻ ഗയ, ഈ സെന്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗയ എന്തുകൊണ്ടാണ് വന്നത്, പഠ എന്തുകൊണ്ടാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഇതിന്റെ നിയമം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് വായിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഈസി ആയിട്ട് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ മോഹൻ ഗയ, മോഹൻ പോയി. അപ്പോഴേ മോഹൻ പോയെന്നുണ്ട്, കറക്റ്റായിട്ടുള്ള സമയം അവിടെ ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ രാമൻ പത്രം വായിച്ചു എന്ന് പഠാന്ന് ഇവിടെ എഴുതിയത്, മോഹൻ ഗയ എന്തുകൊണ്ട് ഇവിടെ എഴുതി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമുക്ക് ഈ നിയമം പഠിച്ചു കഴിയുമ്പോൾ സ്വന്തമായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സാമാന്യ ഭൂതകാല ക്രിയ, ഭൂതകാലത്തിൽ ക്രിയ സംഭവിച്ചു കഴിഞ്ഞു എന്ന് കറക്റ്റ് സമയം പറയാതെ ഒരു സെന്റൻസ് എങ്ങനെ എഴുതാൻ പറ്റും, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, സാമാന്യ ഭൂതകാലം മാത്രമേ കുറച്ച് നിയമങ്ങളുള്ളൂ, ബാക്കി ഒന്നിനും നിയമങ്ങളിലെ സാമാന്യ ഭൂതകാലം അനുസരിച്ചാണ് ബാക്കി ഈ ഭൂതകാലത്തിലെ 6 പിരിവുകളും പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും നമ്മൾ പറഞ്ഞു. കർത്താവിൻ സകർമ്മക ക്രിയ എന്താണ്, കർമ്മത്തിന് പ്രാധാന്യമുള്ളതാണ് സകർമ്മക ക്രിയ. അതുപോലെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ക്രിയയ്ക്ക് മുന്നിൽ ക്യാന്ന് ചേർക്കുമ്പോൾ ആൻസർ കിട്ടുകയാണെങ്കിൽ സകർമ്മക ക്രിയ. അകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവിന് പ്രാധാന്യമുള്ളതാണ് അകർമ്മക ക്രിയ. അതിന് ഈസി നമ്മൾ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിയയ്ക്ക് മുന്നിൽ ക്യാന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഇല്ല എങ്കിൽ അതെന്താണ്, അകർമ്മക ക്രിയയാണ്. അപ്പോൾ ഇതിന്റെ നിയമം നമ്മൾ അകാരാന്ത ക്രിയ ഉകാരാന്ത ക്രിയകൾ നമ്മളിപ്പം നേരത്തെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള ക്രിയകളിൽ സകർമ്മക ക്രിയയാണെങ്കിൽ ഈ സാമാന്യ ഭൂതകാലത്തിൽ സകർമ്മക ക്രിയയാണെങ്കിൽ കർത്താവിനോടൊപ്പം നേപൃത്യം ചേർക്കും, അതാണ് നിയമം. ഒരു സകർമ്മക ക്രിയ ഉപയോഗിച്ച് ഒരു സെന്റൻസ് നമ്മൾ പറയുക എഴുതുക ആണെങ്കിൽ
കർത്താവിനോട് കൂടി നേപ്രത്യയം ചേർക്കും. കറക്റ്റ് സമയത്തെ സൂചിപ്പിക്കാതെ നമുക്കൊരു സാമാന്യ ഭൂതകാല സെന്റൻസ് എഴുതണമെങ്കിൽ ആ ക്രിയയിലെ കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കും. എങ്ങനെയുള്ളതാണ്? സകർമ്മ ക്രിയയിലെ കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കും. അല്ലേ? രാമനെ അഖബാർ പഠ, ഉണ്ടോ? രാമൻ പത്രം വായിച്ചു. ക്യാ പഠാന്ന് ചോദിച്ചാൽ ഇവിടെ ആൻസർ ഉണ്ട്. എന്താണ്? അഖബാർ പഠ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? രാമൻ പത്രം വായിച്ചു. ഇവിടെ രാമനോടൊപ്പം നേപ്രത്യയം ചേർത്തു. പിന്നെ വേറൊരു നിയമങ്ങളുണ്ട്. എന്താണ്? കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കുകയാണെങ്കിൽ ക്രിയ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് മാറും. അതാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കുകയാണെങ്കിൽ ക്രിയ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് മാറും. ഇവിടെ സീതയായിരുന്നെങ്കിലും ഇവിടെ എന്ത് വന്നേനെ? പഠാന്ന് വന്നേനെ. എന്ന് പറഞ്ഞാൽ അഖബാർ എന്നുള്ളത് പുല്ലിംഗ ഏകവചനമാണ്. അതുകൊണ്ടാണ് ഇവിടെ പഠ എന്ന് വന്നത്. മനസ്സിലായോ? അപ്പോൾ സകർമ്മ ക്രിയയാണെങ്കിൽ സകർമ്മ ക്രിയയോടൊപ്പം സകർമ്മ ക്രിയ വരികയാണെങ്കിൽ കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കണം. നേപ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ ആ സെന്റൻസിലെ ക്രിയ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് മാറും. ഇവിടെ മോഹൻ ഗയ. മോഹൻ ഇവിടെ നേ ചേർത്തില്ല. എന്തുകൊണ്ടാണ് നേ ചേർക്കാന്? ഇവിടെ ജാന ഗയ എന്നുള്ളത് എന്താണ്? പോയി. ക്യാ പോയി എന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ടോ? അപ്പോൾ എന്താണ്? ഈ ജാന എന്നുള്ളത് ജാനയുടെ പാസ്റ്റ് ആണ് ഗയ. ജാന എന്നുള്ള ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഗയ. അപ്പോൾ ക്യാ ജാന എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. ഇവിടെ ക്യാ ജാന എന്ത് പോയി എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. എന്ത് പോയി എന്നൊരു ആൻസർ ഉണ്ടോ? കോൻ ഗയ എന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ സകർമ്മക്രിയ അകർമ്മക്രിയ കണ്ടുപിടിക്കുന്നത്. ക്യാ ചേർത്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൻസർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണിത്? ജാന എന്നുള്ളത് അകർമ്മക്രിയയാണ്. അപ്പോൾ ഈ ജാന എന്നുള്ളതിന്റെ പാസ്റ്റ് രൂപമാണ് ഗയ. അത് നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഗയ വന്നത്. അപ്പോൾ ഈ മനസ്സിലായല്ലോ? ഇതിന്റെ പ്രധാനപ്പെട്ട നിയമം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സകർമ്മക്രിയ ആണെങ്കിൽ സാമാന്യ ഭൂതകാലത്തിൽ മാത്രമല്ല ആദ്യത്തെ 4 പിരിവുകൾ സാമാന്യ, ആസന്ന, പൂർണ്ണ, സന്ദിഗ്ധ, ഈ 4 പിരിവുകളിൽ ആദ്യം നമ്മൾ 4 പിരിവുകൾ എഴുതിയല്ലോ. സാമാന്യ ഭൂതകാല്, ആസന്ന ഭൂതകാല്, പൂർണ്ണ ഭൂതകാല്, സന്ദിഗ്ധ ഭൂതകാല്. അപ്പോൾ ഈ 4 ഭൂതകാല രൂപങ്ങളിലും സകർമ്മ ക്രിയ ആണെങ്കിൽ കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കണം. അപ്പോൾ ക്രിയ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് മാറും. പഠിച്ചു കഴിഞ്ഞല്ലോ? സ്വന്തമായിട്ട് പറഞ്ഞു നോക്കി. എന്താണ്? ഫസ്റ്റ് ഭൂതകാലത്തിലെ 4 പിരിവുകളായ സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, ഈ 4 ഭൂതകാലങ്ങളിലെയും ക്രിയകള് സകർമ്മ ക്രിയ ആണെങ്കിൽ കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കണം. അപ്പോൾ ക്രിയ എന്ത് ചെയ്യും? കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ മാറും. ഇവിടെ രാം നേ അഖബാർ പഠ എന്ന് വന്നത് അതുകൊണ്ടാണ്. കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് പുല്ലിംഗ ഏകവചനം, പുല്ലിംഗ ബഹുവചനം. എങ്ങനെയാണ് നമ്മൾ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷ ജാതിയെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് പുല്ലിംഗ ഏകവചനം. പുല്ലിംഗം വചനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? ഏകവചനം, ബഹുവചനം. ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനെ സൂചിപ്പിക്കുന്നത്. ബഹുവചനം രണ്ടിനെ. സ്ത്രീ വർഗത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് സ്ത്രീലിംഗം. ഇത് പുല്ലിംഗ ഏകവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ഒരാളെ ഉള്ളെങ്കിൽ അത് ഏകവചനം. ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ഉള്ളെങ്കിലാണ് അതിനെ ബഹുവചനം. ഒന്നിൽ കൂടുതൽ ആളോ വസ്തു അവിടെ ഉണ്ടെങ്കിൽ എന്താണത്? ബഹുവചനമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ സ്ത്രീലിംഗ ഏകോചനം ബഹുവചനം, പുല്ലിംഗ ഏകോചനം ബഹുവചനം, ഇങ്ങനെ അനുസരിച്ചാണ് നമ്മൾ ക്രിയയോടൊപ്പം വ്യത്യാസം വരുത്തുന്നത്. മനസ്സിലായല്ലോ? കാര്യം സിമ്പിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോഴും ഇത് ഞാൻ ഒരു 3-4 പ്രാവശ്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിയയുടെ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് മാറുമെന്ന് പറഞ്ഞാൽ ഇത് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. അപ്പോൾ നമുക്കിനി എന്താണെന്ന് നോക്കാം. അപ്പോൾ സാമാന്യ ഭൂതകാല ക്രിയയിൽ ഉണ്ടാക്കാൻ ഇത് മാത്രം നിങ്ങൾ ആ 2 നിയമങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ക്രിയാധാതു ആകാരാന്ത്, ഈകാരാന്ത്, ഓകാരാന്ത് നമ്മൾ പറഞ്ഞല്ലോ. അതനുസരിച്ച് അതിന് വ്യത്യാസം വരുത്തിയാണ് പുല്ലിംഗ ഏകോചനത്തിലും സ്ത്രീലിംഗ ഏകോചനത്തിലും ഒക്കെ വ്യത്യാസം വരുത്തിയാണ് നമ്മൾ സെന്റൻസുകൾ എഴുതുന്നത്. ഇവിടെ അകാരാന്ത ക്രിയകൾ വന്നാൽ ഇപ്പം പഠ്, ലിഖ്, രണ്ടും നമ്മൾ എഴുതാം. ലിഖ്, രണ്ടും ഒരുപോലെയുള്ള വരുന്നു. അകാരാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം അന്തത്തിൽ അകാരാന്ത്.
അവസാനം അന്തത്തിൽ നമ്മൾ ആന്നുള്ള സ്വരം വന്നാൽ പഠ്, ദൗഡ് ഇതൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പഠെന്നുള്ളത് പഠ, പഠേ, പഠി, പഠി. ദൗഡ് എന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഇവിടെ പുല്ലിംഗം ഏകവചനമാണെങ്കിൽ പഠ എന്നാകും. പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ പഠി എന്നാകും. സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ പഠി എന്നാകും. സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ പഠിയെന്നും ആകും. എന്താണ് പുല്ലിംഗ ഏകവചനം, പുല്ലിംഗം ബഹുവചനം എന്ന് അറിയത്തില്ലേ? നമ്മളിപ്പം പറഞ്ഞില്ലേ? നോക്കാം. അപ്പോഴും സകർമ്മക്രിയ ആണെങ്കിൽ ഇതിന്റെ ഇപ്പം ഇത് പഠിനാട് അർത്ഥം എന്താണ്? പഠിക്കുക. ഈ പഠേ, പഠി എന്നാകുമ്പോൾ ഇവിടെ എന്ത് മാറും? പഠേ, പഠി എന്നാകുമ്പോൾ ഇതെന്താണ്? പഠിച്ചു എന്നാണ് വരുന്നത്. പഠിച്ചു. ഇവിടെ എന്താണ്? പഠിക്കുക, സാമാന്യക്രിയ. പഠിന എന്നുള്ളതിന്റെ മൂലധാതു, ക്രിയധാതുവാണ് നമ്മൾ എഴുതിയത് പഠിക്കുക. അപ്പോൾ ഇത് പാസ്റ്റിൽ പോകുമ്പോൾ എന്തായി? പഠിച്ചു. പഠേ, പഠി. പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. സകർമ്മക്രിയ ആണെങ്കിൽ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ചാണ് ക്രിയാധാതു മാറുന്നത്. കർമ്മം ഇവിടെ ഏതാണോ? പുല്ലിംഗ ഏകോചനാണെങ്കിൽ അത് പഠാന്നാകും. പുല്ലിംഗ ബഹുവചനാണെങ്കിൽ പഠയെന്നാവും. സ്ത്രീലിംഗ ഏകോചനാണെങ്കിൽ പഠിയെന്നാവും. ഇവിടെ സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ പഠിയെന്നാവും. ഇവിടെ കിതാബാണ്, പുസ്തകമായിരുന്നെങ്കിൽ ഇവിടെ പഠി വന്നേ. അത് നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം ഇനിയിപ്പോൾ ഭൂതകാലം കഴിഞ്ഞാലുള്ള നമുക്ക് അത് എടുക്കാമെങ്കിലും മനസ്സിലാവും സ്ത്രീലിംഗം പുല്ലിംഗം. അപ്പോഴും പഠേ, പഠി എന്നായി. അപ്പോഴും ഇനി ദൗഡ് എന്നുള്ളത് പുല്ലിംഗ ഏകോചനം വരികയാണെങ്കിൽ ദൗഡ് ഓടുക. ദൗഡ ആ ചേർക്കണം. പുല്ലിംഗ ഏകോചനാണെങ്കിൽ ആ ചേർക്കണം. പുല്ലിംഗ ബഹുവചനാണെങ്കിൽ എ ചേർക്കണം. സ്ത്രീലിംഗ ഏകോചനാണെങ്കിൽ ഈ ചേർക്കണം. സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ ഈന്നും ചേർക്കണം. അതാണ് നമുക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. പഠേ, പഠിയും, ഈയും എന്ന് ചേർക്കണം. നെക്സ്റ്റ് ദൗഡ, ദൗഡേ, ദൗഡി, ദൗഡി. മനസ്സിലായില്ലേ? പുല്ലിംഗ ഏകോചനത്തിലാണെങ്കിൽ ദൗഡ. അപ്പോൾ സകർമ്മക്രിയ ആണെങ്കിൽ കർമ്മത്തിന്റെ പുല്ലിംഗ ഏകോചനം നോക്കണം. അകർമ്മക്രിയ ആണെങ്കിൽ കർത്താവിന്റെ പുല്ലിംഗ ഏകോചനം, സ്ത്രീലിംഗ ഏകോചനം ഇങ്ങനെ വേണം നോക്കാൻ. അങ്ങനെയാണ് പിന്നീട് ക്രിയാധാതുവിനോടൊപ്പം ആ, എ, ഈയും ചേർത്ത് സാമാന്യ ഭൂതകാല ക്രിയ, അകാരാന്ത ക്രിയകളുടെ സാമാന്യ ഭൂതകാല ക്രിയ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും.